ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. +2 കഴിഞ്ഞവർക്ക് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നു. ഗവൺമെന്റ് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2024-25 അധ്യയന വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. LBS സെന്റർ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 16 കോഴ്സുകൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അവയാതെല്ലാം: ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ DHI, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DML, ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി DRRT, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി DRT, ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റന്റ് DOI, ഡിപ്ലോമ ഇൻ ദന്തൽ മെക്കാനിക് DMC, ഡിപ്ലോമ ഇൻ ദന്തൽ ഹൈജീനിസ്റ്റ് DHC, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി DOTAT, ഡിപ്ലോമ ഇൻ കാർഡിയോ വാക്സുലർ ടെക്നോളജി DCV, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി DNT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി DDT, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി DET, ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് DA, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി DR, ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റൈറൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി DSS. കോഴ്സിന്റെ കാലയളവ്: ഫാർമസി 2 വർഷം, 3 മാസം പ്രാക്ടിക്കൽ ഉൾപ്പെടെ 2 കൊല്ലം. ഡയാലിസിസ് ടെക്നോളജി 1 വർഷം, 1 വർഷം ഇന്റേണൽഷിപ്പ് അടക്കം 2 കൊല്ലം. ഓപ്പറേഷൻ തിയേറ്റർ, ന്യൂറോ ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്നിവയ്ക്ക് ഇന്റേണൽഷിപ്പ് അടക്കം 2.5 വർഷം. ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി കോഴ്സുകൾക്ക് 3 വർഷം. വിദ്യാഭ്യാസ യോഗ്യത: ഡിപ്ലോമ ഇൻ ഫാർമസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം മാത്സ് ആയാലും മതി. ഐച്ഛിക വിഷയമായി +2 പരീക്ഷയോ തുല്യതാ പരീക്ഷയോ പാസ്സായിരിക്കണം. VHSC ഗ്രൂപ്പ് A, B എന്നിവർക്കും അപേക്ഷിക്കാം. VHSC ഗ്രൂപ്പ് A ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഗ്രൂപ്പ് B ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. DPharm DHI കോഴ്സുകൾ ഒഴികെ മറ്റെല്ലാ കോഴ്സുകൾക്കും +2 VHSC തുല്യതാ പരീക്ഷയോ 40% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പാസ്സായിരിക്കണം. SC/ST വിഭാഗക്കാർ 35% മാർക്കോടെ പാസ്സായാൽ മതി. കുറഞ്ഞ പ്രായപരിധി 17 വയസ്സാണ്. സർവീസ് കോട്ടക്കാർ ഇതിൽ വരില്ല. ഉയർന്ന പ്രായപരിധിയും ഇല്ല. എന്നാൽ സർവീസ് കോട്ടക്കാരുടെ പ്രായം 49 വയസ്സ് കവിയരുത്. മേൽപ്പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും ഒരു അപേക്ഷ നൽകിയാൽ മതി. ഒന്നിൽ കൂടുതൽ അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അപേക്ഷ റദ്ദാക്കുന്നതാണ്. മേൽപ്പറഞ്ഞ മാർക്കോടെ മെഡിക്കൽ ലാബ് ടെക്നോളജി, ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ്, ECG, റേഡിയോ കെമിസ്ട്രി എന്നിവയെടുത്ത് VHSC ജയിച്ചവർക്കും മെഡിക്കൽ ലാബ്, ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയോവാസ്കുലർ ഡിപ്ലോമ പ്രോഗ്രാമിലെ സംവരണത്തിന് അർഹത. സംവരണം: VHSC സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് വിമുക്ത ഭടന്മാർ മുതലായവർക്ക് ഏതാനും സീറ്റുകൾ നീക്കിവെച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകാർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പിന്നാക്ക പട്ടിക ഭിന്നശേഷി സംവരണം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക പിന്നാക്ക സംവരണമില്ല. മെറിറ്റ് 60%, പിന്നാക്കം 30%, പട്ടികജാതി പട്ടികവർഗം 5%. അപേക്ഷാ ഫീസ്: മറ്റുള്ളവർക്ക് 600 രൂപ, SC/ST 300 രൂപ. സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ സർക്കാർ ട്രഷറിയിൽ ഫീസ് അടയ്ക്കണം. 021003105999. ആപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപേക്ഷയോടൊപ്പം ഫീസ് അടച്ച രസീതും സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്വന്തം സ്ഥാപനത്തിലെ മേൽ അധികാരികൾ വഴി നിശ്ചിത സമയത്തിനകം DMO തിരുവനന്തപുരം ഓഫീസിൽ അയക്കേണ്ടതാണ്. സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് കോളേജ് ഓപ്ഷൻ നൽകേണ്ടതില്ല. എന്നാൽ ഓപ്പൺ കോട്ടയിൽ അപേക്ഷിക്കുന്നവർ കോളേജ് ഓപ്ഷൻ സമർപ്പിക്കേണ്ടതാണ്. സെലക്ഷൻ രീതി: റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു. റാങ്ക് 1 DPharm കോഴ്സിന് വേണ്ടി യോഗ്യതാ പരീക്ഷയിലെ 2ാം വർഷത്തെ, അതായത് +2 2ാം വർഷത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവയിൽ അപേക്ഷകൻ നേടിയ ആകെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. റാങ്ക് 2 DHI കോഴ്സിനു വേണ്ടി യോഗ്യതാ പരീക്ഷയിലെ 2ാം വർഷത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ അപേക്ഷകൻ നേടിയ ആകെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. സംവരണ ആനുകൂല്യം ലഭിക്കുന്നവർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നോൺ ക്രിമിനൽ 1 ഇയർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 3 ഇയർ, ഇൻകം സർട്ടിഫിക്കറ്റ് 1 ഇയർ. വഴി അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആധാർ കാർഡ്, ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി, സംവരണം, വരുമാനം തുടങ്ങിയവ തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ കൂടി അപ്ലോഡ് ചെയ്യണം. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദാവനം, പാളയം, ട്രിവാൻഡ്രം. കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാം. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റ്, ഇൻഫർമേഷൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ ടു പാരാമെഡിക്കൽ ഡിപ്ലോമ ക്ലിക്ക് ചെയ്യുക. ന്യൂ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നെയിം, അഡ്രസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്ത ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവയെല്ലാം ശരിയാണോ നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് അത് ക്ലിക്ക് ചെയ്യുക. എല്ലാം ശരിയെങ്കിൽ കൺഫേം കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, അത് എഴുതി വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. ഏത് വഴിയാണോ പേയ്മെൻറ്റ്
അടയ്ക്കേണ്ടത് സെലക്ട് ചെയ്യാം. ഫെഡറൽ ബാങ്ക് വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ പ്രിന്റ് ചെല്ലാൻ കൊടുത്താൽ പ്രിന്റ് വരുന്നതായിരിക്കും. പ്രിന്റ് എടുത്ത് ബാങ്കിൽ അടയ്ക്കേണ്ടതുമാണ്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഓൺലൈൻ വഴിയാണെങ്കിൽ പേയ്മെൻറ്റ് അന്നേരം അപ്ഡേറ്റ് ആവുകയും അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുന്നതുമാണ്. ഞാനിവിടെ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് സെലക്ട് ചെയ്യുക. ഞാൻ UPI സെലക്ട് ചെയ്യുന്നു. UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ശേഷം പേ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുമാണ്. ഡെമോ ആയതിനാലാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത്. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് അക്കാഡമിക് ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നാലാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്, സംവരണ സർട്ടിഫിക്കറ്റ്, അക്കാഡമിക് സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് ലോഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ കെയർഫുള്ളി ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക. ഇല്ലെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് അതിൻ്റെ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. LBS സെറ്റ് എക്സാം ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണോ ഫോട്ടോയും സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇതിലും അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്